ഇതിപ്പോൾ വയനാടിൻ്റെ കടുവകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ പറമ്പിക്കുളം പിന്നെ ടൈഗർ റിസർവ് ഉണ്ട്. ഇപ്പം പുതുതായിട്ട് നടക്കുന്ന കണക്കെടുപ്പിൽ കടുവകളുടെ സാന്ദ്രത അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ വയനാടിനെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിക്കും. നമുക്കത് ചർച്ച ചെയ്യേണ്ടതാണ്. നമുക്കത് ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പം ടൈഗർ റിസർവ് എന്ന് പ്രഖ്യാപിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾ അതിനെ എതിർക്കുന്നവരുണ്ട്. ഒത്തിരി റെസ്ട്രിക്ഷൻസ് കൂടുതൽ വരും എന്നുള്ളതൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അന്നേരം അത് നമുക്ക് പഠിച്ചിട്ട് ഇതിൻ്റെ ആദ്യം ഈ ക്യാരിയിങ് കപ്പാസിറ്റി ഒന്ന് വരട്ടെ. നമ്മൾ ഈ തർക്കിച്ച വിഷയം ശരിയാണോ ഇല്ലയോ എന്നൊക്കെ അന്നേരം അറിയാമല്ലോ. ക്യാരിയിങ് കപ്പാസിറ്റി പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. കൂടുതലാണെങ്കിൽ ചെയ്യണം. ഇനി അത് അഡ്രസ്സ് ചെയ്യാതെ പോകാനൊക്കത്തില്ല. കാരണം വയനാടിന് ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. കാരണം ബിക്കോസ് ഓഫ് ദ ഗ്രാവിറ്റി ഓഫ് ദ സിറ്റുവേഷൻ വയനാടിന് പ്രയോറിറ്റിയാണ്. അതുപോലെ ആർലം ഫാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് മന്ത്രി അടക്കം എല്ലാവരും കൂടെ ചേർന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഇത് ചെയ്തു. അന്നേരം ഹൈക്കോടതി തന്നെ പറഞ്ഞ് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫെയിലിയർ, ഇറ്റ്സ് എ ഫെയിലിയർ ഓഫ് ഗവർണൻസ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ പൈപ്പില്ലാത്തതുകൊണ്ട് കുടിവെള്ളം ഇല്ലാത്തതുകൊണ്ട് കുടിവെള്ളം എടുക്കാൻ ആദിവാസി പുഴയിലേക്ക് പോകേണ്ടി വരും. അവിടെ ചാന ചവിട്ടിക്കൊല്ലുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതെല്ലാം ഞങ്ങൾ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കോതമംഗലം, ഞാൻ തിങ്കളാഴ്ച ഉദ്യോഗസ്ഥരുമായിട്ട് കോതമംഗലത്തേക്ക് പോവുകയാണ്. എന്നാൽ ഈ ഹൈ കോൺഫ്ലിക്റ്റ് സോൺസ് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി അഡ്രസ്സ് ചെയ്യുകയും ഒരു ടോട്ടൽ ഇൻ്റഗ്രേറ്റഡ്, ഞങ്ങളിപ്പോൾ സമയക്കുറവ് കാരണമാണ് ഒരു പുതിയ മോഡല് എലിഫെൻസ് എന്നും പറഞ്ഞുകൊണ്ട് ആന എത്ര വിചാരിച്ചാലും മറികടക്കാനൊക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു ഫെൻസ് ഉണ്ട്. അതടക്കം ഏറ്റവും ക്രിട്ടിക്കൽ ഏരിയാസിൽ ഇടുന്നതും ടോട്ടൽ ഒരു കേരളത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കിയിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും.